നോമ്പ് നോൽക്കണം. അതിന് വേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്ന ലിപ്പാണ്. സോറി, എഴുന്നേറ്റിട്ടില്ല, ലേറ്റ് ഒന്നും ഇട്ടെ. ഓക്കെ, ലേറ്റ് ഇട്ടിട്ട് നേരെ ഒന്ന് എണീക്കാൻ നോക്കി. കുറച്ച് എടുങ്ങറുണ്ടായിരുന്നു, എന്നാലും നമ്മളങ്ങ് എണീച്ച് നേരെ പോയത് പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബാത്റൂമിലേക്ക്. സോറി, ക്യാമറ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മമ്മി ഓൺ ദ ഡ്യൂട്ടിയാണ്. ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചൊരു പഴവും ഒരു കട്ടൻ ചായയും അടിക്കാമെന്ന്. അതും അടിച്ചു. പിന്നെ നേരെ നിസ്കാരം കഴിഞ്ഞ് ഒറ്റ കിടന്ന് എണീച്ചപ്പോഴേക്കും ലോറൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു നോമ്പോറുണ്ട്, ചെങ്ങൈൻ്റെ അടുക്ക് പോകണം. ഏതായാലും നേരം ആ ചെങ്ങൈൻ്റെ അടുത്ത് നോമ്പോർക്കാൻ പോകാൻ ഈ ചെങ്ങായി ഇവിടെ കാത്തു നിൽക്കുന്നു. നമ്മളാളെത്തിയപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാണ്. മേശിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പരിപാടിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ചെങ്ങായി. വെറുതെ 6:30 ബാങ്ക് കൊടുക്കുന്നതിന് അവൻ 6:15 വന്നു കഴിഞ്ഞാൽ അവിടെ മെയിനാവും. അങ്ങനത്തെ ഒരു ചെങ്ങായിയാണ്. അപ്പോൾ മേശപ്പുറത്ത് സാധനങ്ങളൊക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ നോമ്പറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ തന്നെ നമ്മളെ ചെങ്ങായി അങ്ങ് തുഫായിലേക്ക് പോകും. ആ ചെങ്ങായിയാണ് ഈ ചെങ്ങായി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മെയിനാകുന്ന ചെങ്ങായിനെ കുറിച്ച്. ഞങ്ങളൊക്കെ ഇവിടെ കുത്തിരിക്കുമ്പോൾ അവൻ കുത്തിരിക്കുന്ന നോക്കി കാക്കാമാരെപ്പേർ അപ്പുറത്ത് പോയിട്ട് എന്തൊരു ചെങ്ങായാണ് നോക്കി. അങ്ങനെ ഫസ്റ്റ് റൗണ്ടത്തെ പരിപാടി കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ ചപ്പാത്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, പല 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 സംഭവ വികാസങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ പിന്നെ തള്ളുണ്ട്. പറയട്ടോ, ഓരോരാള് മാത്രം പാവട, ഇവനൊരാള് മാത്രമേ. നല്ല സങ്കടമുണ്ട്. ഇങ്ങനെ സങ്കടം ഇല്ലാണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. അല്ലെങ്കിലേ നാട്ടിൽ നിന്ന് ഗൾഫ് കയറി പോകുമ്പോൾ സങ്കടം. അപ്പം നെക്സ്റ്റ് വീഡിയോ ടുമാറോ. ബൈ.